വടക്കാഞ്ചേരി ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തലശ്ശേരി നിവാസികൾ ഓഫീസിൽ പൂട്ടിയിട്ടു. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ജങ്കാർ സർവീസ് നിലച്ച അഴീക്കോട് ഫെറിയോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. കരാറുകാരൻ അമിത ലാഭം കൊയ്യുന്നതായി ആക്ഷേപം. ഗുരുവായൂർ കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റ് വീണ്ടും തകരാറിലായി. നഗരത്തിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നാട്ടുകാർ ഓഫീസിൽ പൂട്ടിയിട്ടു. കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ദേശമംഗലം തലശ്ശേരി നിവാസികളാണ് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രദീപിനെ ഓഫീസിൽ പൂട്ടിയിട്ടത്. കടങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച മോട്ടോർ കത്തിയതുമൂലം കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം മുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തലപ്പള്ളി തഹസിൽദാർ വി ബാബുക്കുട്ടൻ സ്ഥലത്തെത്തുകയും ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റുമായി ചർച്ച നടത്തി കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തു. തുടർന്നാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വടക്കാഞ്ചേരി എസ്ഐ കെ വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ജങ്കാർ സർവീസ് നിലച്ച അഴീക്കോട് ഫെറിയോട് അധികൃതർ അനാസ്ഥ കാണിക്കുമ്പോൾ കരാറുകാരൻ അമിത ലാഭം കൊയ്യുന്നതായി ആക്ഷേപം. 1 മാസത്തിലധികമായി ജങ്കാർ സർവീസ് സ്തംഭിച്ച അഴീക്കോട് മുനമ്പം ഫെറിയിൽ കരാറുകാരൻ അമിത നിരക്ക് ഈടാക്കിയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. അഴിമുഖത്തിലൂടെ യാത്രക്കാരുമായി കടന്നുപോകുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പ് വകവയ്ക്കാതെയാണ് ബോട്ട് സർവീസ് തുടരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കാലവർഷം ആരംഭിക്കുന്നതോടെ ബോട്ട് യാത്ര അത്യന്തം അപകട സാധ്യതയുള്ളതായി മാറും. അഴീക്കോട് മുനമ്പം ഫെറിയുടെ ഉടമസ്ഥാവകാശമുള്ള തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജങ്കാർ പ്രശ്നത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടിട്ട് മാസം കഴിഞ്ഞിട്ടും ബദൽ സംവിധാനം ഏർപ്പെടുത്തുവാനോ ജങ്കാർ യാത്ര പുനരാരംഭിക്കുവാനോ ജില്ലാ പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണം ശക്തമാണ്. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് പലവട്ടം അറ്റകുറ്റപ്പണി നടത്തിയ ജങ്കാർ ഒഴിവാക്കി പുതിയ ജങ്കാർ എത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഗുരുവായൂർ കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റ് തകരാറിലായതിനെ തുടർന്ന് നഗരത്തിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ തകരാറിലാകുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുകയാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഗേറ്റ് തകരാറിലായത്. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ കടന്നുവരാനായി ഗേറ്റ് അടച്ചതായിരുന്നു. എന്നാൽ ട്രെയിൻ കടന്നുപോയിട്ടും ഗേറ്റിന്റെ റോപ്പ് പൊട്ടിയതുമൂലം ഗേറ്റ് ഉയർത്താനായില്ല. ഇതേ തുടർന്ന് ഇരുവശത്തും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. തൃശൂരിൽ നിന്നുള്ള ബസ്സുകൾ ഗേറ്റിന് സമീപം യാത്രക്കാരെ ഇറക്കി തിരികെ പോയി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ വാഹനങ്ങൾ നെന്മിനി ഗേറ്റ് വഴി തിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ നെന്മിനി ഗേറ്റ് വഴിയുള്ള റോഡ് വീതി കുറവുള്ളതായതിനാൽ ഇവിടെയും ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയുടെ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിലകപ്പെട്ടു. ഗതാഗതക്കുരുക്ക് ഈ റോഡിൽ ചെറിയ തോതിലുള്ള അപകടങ്ങൾക്കും വഴിവെച്ചു. റെയിൽവേ ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിട്ടും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് എത്താൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂരിലെ തിരുവാഭരണങ്ങളിലൊന്ന് മണിക്കിണറിൽ നിന്ന് ലഭിച്ചപ്പോൾ വാർത്ത കേൾക്കാൻ അച്ഛനില്ലാതെ പോയതിന്റെ ദുഃഖത്തിൽ കക്കാട് ദേവദാസൻ നമ്പൂതിരി. ദേവദാസൻ നമ്പൂതിരിയുടെ പിതാവ് കക്കാട് ദാമോദരൻ നമ്പൂതിരി മേൽശാന്തിയായിരിക്കുമ്പോഴാണ് തിരുവാഭരണങ്ങൾ നഷ്ടപ്പെട്ടത്. 6 മാസത്തെ മേൽശാന്തി സ്ഥാനമൊഴിഞ്ഞ് അടുത്ത ആളായ തീയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിക്ക് സ്ഥാനം കൈമാറുമ്പോൾ മേൽശാന്തിയുടെ കൈവശമുള്ള വസ്തുവകകളുടെ പട്ടിക പരിശോധിച്ചപ്പോഴാണ് 3 ആഭരണങ്ങളുടെ കുറവ് കണ്ടത്. ആഭരണങ്ങളുടെ വിലയായ 50,000 രൂപ ദേവസ്വത്തിൽ അടച്ചുവെങ്കിലും ദാമോദരൻ നമ്പൂതിരിക്കും കുടുംബത്തിനും പിന്നീടുള്ള കാലം യാതനകളുടേതായിരുന്നു. പോലീസും കോടതിയും കേസുമായി ദിവസങ്ങൾ തള്ളി നീക്കാനായിരുന്നു ഈ കുടുംബത്തിന്റെ വിധി. നാട്ടിലെ ദുഷ്പേരുകൾ വേറെയും. ദാമോദരൻ നമ്പൂതിരിയെയും മക്കളായ ദേവദാസൻ നമ്പൂതിരിയെയും സഹോദരൻ പരമേശ്വരൻ നമ്പൂതിരിയെയും വിമാനത്തിൽ ഡൽഹിയിൽ കൊണ്ടുപോയി നുണ പരിശോധനയ്ക്ക് വരെ വിധേയരാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഓദിക്കൻ കുടുംബമായ തങ്ങൾക്ക് ഭഗവാന്റെ ആഭരണം മോഷ്ടിച്ചവർ എന്ന അപഖ്യാതി കേൾക്കേണ്ടി വന്നതിൽ കുടുംബം നീറുകയായിരുന്നുവെന്ന് ദേവദാസൻ നമ്പൂതിരി പറഞ്ഞു. സഹോദരിയുടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം മുടങ്ങിയിരുന്നു. 1988-ൽ ശബരിമലയിൽ അഭിഷേകത്തിനു പോയ ദേവദാസ് നമ്പൂതിരിയെ തേടി അപഖ്യാതികൾ അവിടെയുമെത്തി. ശബരിമലയിലേക്ക് ഊമക്കത്തുകളുടെ പ്രവാഹമായിരുന്നു. ഇതിനിടയിൽ 1989 മെയ് 4-ന് ദാമോദരൻ നമ്പൂതിരി മരിച്ചു. എന്നാൽ കേസുകൾ പിന്നെയും തുടർന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസ് മാറി മാറി അന്വേഷിച്ചു. ഒടുവിൽ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസ് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു.
സംഭവത്തിൽ ദാമോദരൻ നമ്പൂതിരിക്കും കുടുംബത്തിനും പങ്കില്ലെന്നും കോടതി വ്യക്തമാക്കി. കോടതി വെറുതെ വിട്ടുവെങ്കിലും തിരുവാഭരണത്തിന്റെ ഒരു ഭാഗം കണ്ടെടുത്തപ്പോഴാണ് മനസ്സിൽ ആശ്വാസം തോന്നുന്നതെന്ന് ദേവദാസ് നമ്പൂതിരി പറഞ്ഞു. അതെല്ലാം ഭഗവാൻ സത്യം വെളിച്ചത്ത് കൊണ്ടുവരണം. വളരെയധികം അസൂയാലുക്കൾ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ സ്ഥാനലബ്ധിക്ക് പുറകില് അത് ആരെന്ന് ഭഗവാൻ തന്നെ കണ്ടെത്തി. അതിപ്പോ അച്ഛനില്ല ഒരു വിഷമമുണ്ട്, വളരെയധികം വിഷമം. കിണറിൽ തിരുവാഭരണമുണ്ടെന്ന് നേരത്തെ തന്നെ പ്രചാരണമുണ്ടായിട്ടും വേണ്ട വിധത്തിൽ നേരത്തെ പരിശോധന നടന്നില്ലെന്നും ദേവദാസ് പറഞ്ഞു. 1998ലും 2002ലും ദേവദാസ് നമ്പൂതിരി ഗുരുവായൂരിലെ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ദാമോദർ ദാസ്, ദേവദാസ് എന്നീ 2 ആനകളെ ഗുരുവായൂരിൽ നടയിരുത്തുകയും ചെയ്തിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരിപാവനമായ മണിക്കിണറിൽ ഇറങ്ങാൻ അപൂർവ ഭാഗ്യം സിദ്ധിച്ച സന്തോഷത്തിലാണ് താമരയൂർ സ്വദേശി കൈപ്പട ജയൻ. നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനടുത്തുള്ള മണിക്കിണറിൽ നിന്ന് വെള്ളമെടുക്കാനും മണിക്കിണർ വൃത്തിയാക്കാനും സാധാരണയായി നിയോഗിക്കപ്പെടുക ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാരാണ്. കഴിഞ്ഞ വർഷം മണിക്കിണർ വൃത്തിയാക്കിയപ്പോൾ പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആഴത്തിലുള്ള ചെളിയും ഉറവ പൊട്ടി ഒഴുകിയതുമാണ് കിണർ പൂർണ്ണമായും വൃത്തിയാക്കുന്നതിന് തടസ്സമായത്. ഇതേ തുടർന്ന് കിണർ വറ്റിക്കുന്നതിൽ പരിചയസമ്പന്നരായവരെ നിയോഗിക്കുന്നതിന് ദൈവഹിതം അറിയാൻ തീരുമാനിക്കുകയും തുടർന്ന് ദൈവഹിത പ്രകാരം കിണർ പണിയുന്നതിൽ വിദഗ്ധരായ ജയൻ ഉൾപ്പെടുന്ന 14 പേരെ ഇതിന് നിയോഗിക്കുകയുമായിരുന്നു. കീഴ്ശാന്തിമാർ അല്ലാതിരുന്നിട്ടും ഭഗവാന്റെ മണിക്കിണറിൽ ഇറങ്ങാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ച് ആദ്യ ഭക്തന്മാരാവാൻ ഇവർക്ക് സാധിച്ചു. ദൈവഹിതപ്രകാരം 3 ദിവസത്തെ വ്രതമനുഷ്ഠിച്ചാണ് ജയനും കൂട്ടാളികളും ഭഗവാന്റെ പരിപാവന തീർത്ഥം ശുദ്ധിയാക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടാൻ എത്തിയത്. ജയനും കൂട്ടാളികൾക്കും സഹായത്തിനായി കീഴേടം രാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ 15 കീഴ്ശാന്തിമാർ സന്നദ്ധരായി ഉണ്ടായിരുന്നു. കിണർ വൃത്തിയാക്കാൻ നേതൃത്വം നൽകിയ ജയൻ ഉൾപ്പെടുന്ന 14 പേർക്കും 15 കീഴ്ശാന്തിമാർക്കും ദേവസ്വം ചെയർമാൻ കോടിമുണ്ടും ദക്ഷിണയും നൽകി. വെള്ളിക്കുളങ്ങര അമ്പനോളിയിൽ പുലിയെന്ന് സംശയിക്കുന്ന മൃഗത്തെ കണ്ടതായി നാട്ടുകാർ. വ്യാഴാഴ്ച രാത്രി 12ഓടെയാണ് അമ്പനോളി നെല്ലിക്കാമണ്ണിൽ ജോർജ് കുട്ടിയുടെ വീടിന് മുൻവശത്തുള്ള റോഡരികിൽ മൃഗത്തെ കണ്ടത്. മുരൾച്ച പോലുള്ള ശബ്ദം കേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് റോഡരികിലെ പൊതു ടാപ്പിനു സമീപം നായയേക്കാൾ വലിപ്പം തോന്നിക്കുന്ന മൃഗം നിൽക്കുന്നതായി ജോർജ് കുട്ടി കണ്ടത്. ഈ സമയത്ത് പരിസരത്തെ വീടുകളിലുള്ള നായ്ക്കൾ കരയുന്നതുപോലെയുള്ള പ്രത്യേക ശബ്ദമുണ്ടാക്കിയതായും പറയുന്നു. റോഡരികിൽ മൃഗത്തിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അർദ്ധരാത്രി വെള്ളിക്കുളങ്ങര പോലീസ് സ്ഥലത്തെത്തി. വെള്ളിയാഴ്ച രാവിലെ വെള്ളിക്കുളങ്ങര ഡെപ്യൂട്ടി റേഞ്ചർ SL സുനിലാലിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന നിഗമനത്തിലാണ് വനപാലകർ. ബുധനാഴ്ച രാത്രി അമ്പനോളിയിലെ മേവട മൈക്കിളിന്റെ തോട്ടത്തിന് സമീപം പുലിയെന്ന് സംശയിക്കുന്ന ജീവിയെ കണ്ടിരുന്നു. വനപാലകർ ഇവിടെയെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയില്ല. സമീപ പ്രദേശത്തെ കോപ്ലിപ്പാടത്തെ സ്വകാര്യ പറമ്പിലും ചൊവ്വാഴ്ച കാൽപ്പാടുകൾ കാണപ്പെട്ടിരുന്നു. ഒറ്റനോട്ടത്തിൽ പുലിയെന്ന് തോന്നിക്കുന്ന പുലിപ്പൂച്ചയാകാം ഈ പ്രദേശത്ത് കണ്ടതെന്നാണ് വനപാലകരുടെ നിഗമനം. നായയുടെ വലിപ്പം തോന്നിക്കുന്ന പുലിപ്പൂച്ച നാട്ടിൻ പ്രദേശത്തെ കുറ്റിക്കാടുകളിൽ ജീവിക്കുന്നവയാണ്. ഇവയെ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് വനപാലകർ പറഞ്ഞു. കാക്കാത്തുരുത്തി കാളിമലർക്കാവിലമ്മയുടെ ആനന്ദോത്സവത്തോടനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര നടന്നു. പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 9:35നും 10:40നും മധ്യേ ആനന്ദോത്സവത്തിന് കൊടിയേറും. തുടർന്ന് സംഗീത മണ്ഡപത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം S. രമേശൻ നായർ നിർവഹിക്കും. ക്ഷേത്രപാലകൻ VR ശിവദാസൻ, ക്ഷേത്രം ഭാരവാഹികളായ അനിരുദ്ധൻ മാരാത്ത്, തിലകൻ അത്തിക്കാവിൽ, തുമ്പൂർ സുബ്രഹ്മണ്യം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെ കാഴ്ച നഷ്ടപ്പെട്ട സംഭവത്തിൽ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി കളക്ടർക്ക് പരാതി നൽകി. കാഴ്ച നഷ്ടപ്പെട്ടത് ഡോക്ടറുടെ അപാകത മൂലമല്ലെന്ന റിപ്പോർട്ട് അവിശ്വസനീയമാണ്. മുൻപ് ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് വിലയിരുത്തിയിരുന്നതായും ഡോക്ടറെ സഹായിക്കുന്ന നിലപാടാണ് മെഡിക്കൽ സംഘം റിപ്പോർട്ട് ചെയ്തതെന്നും സംഘടന ആരോപിച്ചു. ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ വീട്ടമ്മയുടെ 11 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,500 രൂപയും മോഷണം പോയി. അന്തിക്കാട് ആൽ സെന്ററിന് കിഴക്ക് താമസിക്കുന്ന പള്ളിക്കുന്നത്ത് ആന്റോ ഭാര്യ റോസ്ലിയുടെ സ്വർണവും പണവുമാണ് നഷ്ടപ്പെട്ടത്. ആൽ സെന്ററിൽ നിന്ന് തൃശൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ലുലു ബസിലാണ് മോഷണം നടന്നത്. തിരക്കുണ്ടായിരുന്ന ബസിൽ ഇരിക്കാൻ സ്ഥലം ലഭിച്ചപ്പോഴാണ് ബാഗ് തുറന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പണവും സ്വർണവും നഷ്ടപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ ബസ് ജീവനക്കാർ തന്നെ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നുവെന്ന് റോസ്ലി പറഞ്ഞു. അന്തിക്കാട് സ്റ്റേഷനിലെത്തി റോസ്ലി പരാതി നൽകി.
വാടാനപ്പള്ളി പട്ടിലങ്ങാടിയിൽ ഓലമേഞ്ഞ വീട് കത്തിനശിച്ചു. പുതുവീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. തീപിടുത്ത സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു. ഏറെ സാമ്പത്തിക പരാധീനതയുള്ള അബ്ദുൾ റഹ്മാന്റെ കുടുംബത്തിന് ഒരാഴ്ച മുൻപ് സഹോദരനാണ് വീട് ഓലമേഞ്ഞു കൊടുത്തത്. 50,000 രൂപയോളം നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, വാർഡംഗം രജനി കൃഷ്ണാനന്ദ് എന്നിവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചു. ചന്ദ്രാപിന്നിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോതളത്ത് ശശിധരന്റെ മകൾ 27 വയസ്സുള്ള അജീഷയെയാണ് വീടിനുള്ളിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടത്. മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്ന് കരുതുന്നു. മതിലകം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വധശ്രമക്കേസിൽ 7 വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ പാവറട്ടി പോലീസ് പിടികൂടി. തിരുനെല്ലൂർ കറുംകൊള്ളി വീട്ടിൽ ജമാലിനെയാണ് SIPR ബിജോയ്, സീനിയർ CPO രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ബന്ധുവീടായ ആലുവായിൽ നിന്നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2007 തിരുനെല്ലൂരിൽ വെച്ച് മുക്കോല മണികണ്ഠനെ വെട്ടിയ കേസിലെ പ്രതിയായ ജമാൽ സംഭവത്തിനുശേഷം ഒളിവിൽ പോവുകയായിരുന്നു. ബ്ലാങ്ങാട് മഹാത്മാ കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ SSLC അവാർഡ് ദാനവും ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു. കുന്നംകുളം DYSP PC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് CI സിബിച്ചൻ ജോസഫ് SSLC അവാർഡ് ദാനം നിർവഹിച്ചു. ക്ലബ് രക്ഷാധികാരി ആച്ചി ബാബു അധ്യക്ഷനായിരുന്നു. ആഷിഫ്, മുഷ്താഖ് അലി, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. പാവറട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ള വിതരണം തുടങ്ങി. തീരദേശ മേഖലയിലെ പ്രദേശങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം വീതം കുടിവെള്ളം വിതരണം ചെയ്യും. ചുക്കുബസാറിൽ നടന്ന കുടിവെള്ള വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് വിമല സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഷഗീല ധർമ്മരാജ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ NJ ലിയോ, ഫ്രാൻസിസ് പുത്തൂർ, ശോഭ രഞ്ജിത്ത്, PN ദേവകി എന്നിവർ സംസാരിച്ചു. CPM DYFI പ്രവർത്തകരെ അന്തിക്കാട് പോലീസ് കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് CPM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നത്തങ്ങാടിയിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. KK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഹരിദാസ്, ലോക്കൽ സെക്രട്ടറി KR ബാബുരാജ്, AJ ജയ്മോൻ, KK രഘുനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി പാഞ്ഞാളിൽ ടാങ്കർ ലോറിയിൽ വെള്ളം കടത്തിക്കൊണ്ടുപോകുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പാഞ്ഞാൾ ശ്മശാനം പരിസരത്ത് പുഴയോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിണർ കുഴിച്ചാണ് വെള്ളം അനധികൃതമായി വിൽപ്പന നടത്തുന്നത്. ഇതിനെതിരെ നാട്ടുകാർ പഞ്ചായത്ത്, വില്ലേജ്, പോലീസ് എന്നിവർക്ക് പരാതി നൽകിയതിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് സംസ്ഥാന വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് തൃശൂർ വിജിലൻസ് DYSP കേസ് ചാർജ് ചെയ്ത് മൊഴിയെടുത്തു. കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിയമത്തെ വെല്ലുവിളിച്ച് വീണ്ടും വെള്ളം കടത്തുന്നതാണ് നാട്ടുകാർ തടഞ്ഞത്. കുടിവെള്ളത്തിന്റെ ദൌർലഭ്യം രൂക്ഷമായി നേരിടുന്ന ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള വെള്ളമൂറ്റ് ഉടനെ തടയുന്നതിനുള്ള നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വൻ പ്രതിഷേധമുണ്ടാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. തൃപ്രയാർ ബീച്ച് റോഡിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. നാട്ടിക ഫിഷറീസ് സ്കൂളിന് സമീപം പുലാക്കൽ അർജുനന്റെ വീടാണ് തകർന്നത്. ഓലമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടയിലെ മാടംകുളത്ത് നിന്ന് വിജയത്തിലേക്ക് നീന്തിക്കയറാൻ ഒരുങ്ങുകയാണ് കുട്ടികൾ. 1 വർഷം മുൻപ് തുടങ്ങിയ നീന്തൽ പരിശീലനം വിജയകരമായി മുന്നേറുമ്പോൾ അടുത്തയാഴ്ച തൃശൂരിൽ നടക്കുന്ന ജില്ലാ അക്വാട്ടിക് മീറ്റിൽ മാറ്റുരയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് 45 കായിക താരങ്ങൾ. 1 വർഷത്തിനിടയിൽ 355 പേരാണ് മാടംകുളത്തിൽ നീന്തൽ പരിശീലനം നേടിയിട്ടുള്ളത്. കോട്ടപ്പുറം സെന്റ് ആൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നീന്തൽ പരിശീലനത്തിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് നീന്തൽ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പരിശീലകർ പറയുന്നത്. നീന്തലിനെ കായിക ഇനമായി കാണുന്ന കുട്ടികൾക്ക് ഇവിടെ തുടർ പരിശീലനവും നൽകുന്നുണ്ട്. വിനോദമെന്ന നിലയിൽ നീന്തൽ പഠിക്കാനെത്തിയ പലരും ഇപ്പോൾ ഇതൊരു നിത്യാഭ്യാസമായി മാറ്റിയിരിക്കുകയാണ്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സിനിമാ താരം വാണി വിശ്വനാഥ് ദർശനം നടത്തി. വാണി വിശ്വനാഥിനെ ദേവസ്വം മാനേജർ KK രാജൻ, കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദർശനത്തിനുശേഷം വെടിവഴിപാട്, മീനൂട്ട്, എള്ളുതിരി സമർപ്പണം എന്നിവ നടത്തി. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന് അനുമതി നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ച് പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പഞ്ചായത്ത് അംഗം CK പ്രദീപാണ് ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കുത്തിയിരിപ്പ് നടത്തിയത്.
കുഴൽക്കിണർ നിർമ്മാണത്തിന് അനുമതി നൽകുന്ന കാര്യത്തിൽ കോടതി ഉത്തരവനുസരിച്ച് തീരുമാനമെടുക്കാൻ അജണ്ടയിൽ ഉൾപ്പെടുത്തിയ ശേഷം മാറ്റിവെച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു കുത്തിയിരിപ്പ്. മടത്തുംപടി 7-ാം വാർഡിലെ മടത്തിക്കുളങ്ങര സുരേന്ദ്രന്റെ പരാതി പരിഗണിച്ചാണ് 1 മാസത്തിനകം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ഇതനുസരിച്ച് 1 മാസം കഴിഞ്ഞിട്ടും തീരുമാനമെടുക്കാതെ വിഷയം മാറ്റിവെച്ചിരിക്കുകയാണെന്ന് പ്രദീപ് ആരോപിച്ചു. അനുമതിയില്ലാതെ കഴിഞ്ഞ 2 വർഷങ്ങളിലായി 100 കണക്കിന് കുഴൽക്കിണർ കുഴിച്ചതിനെതിരെ നടപടിയെടുക്കാതിരുന്ന പഞ്ചായത്ത് ഭൂഗർഭജല വകുപ്പിന്റെ അനുമതി വാങ്ങിയ സുരേന്ദ്രന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നതെന്ന് പ്രദീപ് പറയുന്നു. കോടതി ഉത്തരവ് പാലിക്കാത്ത പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ പ്രദീപ് നടത്തിയ കുത്തിയിരിപ്പ് സമരം രാത്രിയും തുടർന്നതിനാൽ ഓഫീസ് അടയ്ക്കാനാകാതെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോലീസിന്റെ സഹായം തേടി. കുഴൽക്കിണർ നിർമ്മിക്കുന്നതിന് നിയമത്തിന്റെ വഴി തേടിയ സുരേന്ദ്രൻ ഊരാക്കുരുക്കിലായി. കുഴൽക്കിണർ നിർമ്മാണത്തിന് അനുമതി തേടി പൊയ്യ പഞ്ചായത്ത് ഓഫീസിൽ സുരേന്ദ്രൻ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നിർമ്മിച്ചിരിക്കുന്നത് 200-ലധികം കുഴൽക്കിണറുകളാണ്. 2014 ജനുവരി 17-ലെ പഞ്ചായത്ത് കണക്കനുസരിച്ച് അനുമതി നൽകിയ കുഴൽക്കിണറുകളുടെ എണ്ണം 3 മാത്രമാണ്. ഇതിൽ സുരേന്ദ്രന്റെ അപേക്ഷയും ഉൾപ്പെടും. 2013 ഒക്ടോബർ 18-നാണ് പൊയ്യ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കുഴൽക്കിണർ നിർമ്മാണത്തിന് സുരേന്ദ്രന് അനുമതി നൽകിയത്. എന്നാൽ പരാതി ഉണ്ടെന്ന പേരിൽ ഈ അനുമതി പഞ്ചായത്ത് റദ്ദാക്കി. 2013 ഒക്ടോബർ 5-ന് ഭൂഗർഭജല വകുപ്പ് നൽകിയ അനുമതി പത്രവുമായാണ് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത്. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കുഴൽക്കിണർ നിർമ്മിക്കാൻ ആദ്യം നൽകിയ അനുമതി റദ്ദാക്കിയ പഞ്ചായത്ത് നടപടിക്കെതിരെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ പരാതി പരിഗണിച്ച് കഴിഞ്ഞ മാർച്ച് 6-ന് കോടതി ഉത്തരവിലൂടെ ഗ്രാമപഞ്ചായത്തിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. കോടതി ഉത്തരവ് കഴിഞ്ഞ മാസം 24-ന് സുരേന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി രശീദ് വാങ്ങിയിരുന്നു. 1 മാസത്തിനകം തീരുമാനമെടുക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് കമ്മിറ്റി ഈ വിഷയം മാറ്റുകയായിരുന്നു. പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രന് നൽകിയ അനുമതി റദ്ദാക്കിയതെന്നും കഴിഞ്ഞ 13-നാണ് കോടതി ഉത്തരവ് സെക്രട്ടറിക്ക് നേരിട്ട് ലഭിച്ചതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും സംയുക്തമായാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. പൊക്കാഞ്ചേരി, നടുവിൽക്കരയുടെ വിവിധ പ്രദേശങ്ങൾ, 6-ാം വാർഡിൽപ്പെടുന്ന കൈതക്കായൽ, ഉപ്പുപടന്ന എന്നിവിടങ്ങളിലാണ് കുടിവെള്ളം വിതരണം ചെയ്യുക. ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഗിൽസ തിലകൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തിപ്പിക്കാനും കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട്. PC ചാക്കോ MP-യുടെ 30 ലക്ഷം രൂപ ഫണ്ട് ചെലവഴിച്ച് നിർമ്മിച്ച ക്രിമിറ്റോറിയം പരിശീലനം നേടിയ ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിപ്പിക്കുക എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ക്ഷേത്രവാദ്യ കലാകാരന്മാർക്ക് പഴുവിൽ മാധവമാരാർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സ്കന്ദ പുരസ്കാര സമർപ്പണം നടന്നു. കൊമ്പുവാദ്യത്തിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, കുറുംകുഴൽ വാദനത്തിൽ വെളപ്പായ കീഴൂട്ട് നന്ദനനും, ചെണ്ടവാദ്യത്തിൽ അന്തിക്കാട് പത്മനാഭനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ പുരസ്കാര സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ KR ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ഡോക്ടർ KD ബാഹുലേയൻ, പഴുവിൽ രഘുമാരാർ, V രാജലക്ഷ്മി, ഉഷാകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ ക്ഷേത്രത്തിൽ അടിയന്തരക്കാരനായി 70 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച പഴുവിൽ മാരാത്ത് മാധവമാരാരുടെ ഓർമ്മയ്ക്കായി മക്കളും കുടുംബാംഗങ്ങളും ഏർപ്പെടുത്തിയതാണ് സുവർണമുദ്രയും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്ന സ്കന്ദ പുരസ്കാരം. പുല്ലഴി കോൾപ്പടവിലെ കർഷകർക്ക് സിവിൽ സപ്ലൈസ് ഏറ്റെടുത്ത നെല്ലിന്റെ വില ഇതുവരെ ലഭിച്ചില്ലെന്ന് പരാതി. 900 ഏക്കർ സ്ഥലത്തെ കൃഷി ചെയ്ത നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് ഇനിയും ലഭിക്കാത്തത്. നെല്ലിന്റെ വില ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് K ഗോപിനാഥൻ മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകി. വെളുത്തൂർ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടഭരണി വേലാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാമ്പിൾ വെടിക്കെട്ട് വർണ്ണാഭമായി. വ്യാഴാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്കും കൊടിയേറ്റത്തിനും ശേഷമാണ് മാനത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത് വെടിക്കെട്ട് നടന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പഴങ്ങാപ്പറമ്പ് മന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത്. ദേവസ്വം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി കറുത്തേതിലും സെക്രട്ടറി രവി കറുത്തേതിലും നാട്ടുകാരും ഭക്തജനങ്ങളും ചേർന്ന് കൊടിയേറ്റ് നടത്തി. വേലാഘോഷത്തിന്റെ 2ാം ദിനമായ വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് മുരളീധരൻ തിരുവില്ലോമല, അജിത് വെളുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വയലിൻ കച്ചേരിയും തുടർന്ന് കൃഷ്ണഗാഥ ഭക്ത മഹിളാ സംസ്കൃതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളിയും അരങ്ങേറി.
വല്ലച്ചിറ അലയൻസ് ക്ലബ്ബും ഊരകം ഏഷ്യൻ ഫിറ്റ്നസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മിസ്റ്റർ ചേർപ്പ് ശരീര സൌന്ദര്യ മത്സരം ശനിയാഴ്ച വൈകിട്ട് 5-ന് വല്ലച്ചിറ അലയൻസ് ക്ലബ്ബ് ഹാളിൽ നടക്കും. പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് സി.ബി. ജോഷി അധ്യക്ഷനാകും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ നടക്കുന്ന മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും നൽകും. ഓപ്പൺ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ എം.ആർ. സനീഷ് സഹദേവനെ ചടങ്ങിൽ അനുമോദിക്കും. പെരിഞ്ഞനം ശ്രീ മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല മഹോത്സവം ഈ മാസം 28 മുതൽ 30 വരെ ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 28-ന് വൈകിട്ട് 6-ന് ദേവീസ്തുതികൾ, 29-ന് രാവിലെ 6-ന് അഖണ്ഡനാമയജ്ഞം, 30-ന് രാവിലെ ഗണപതി ഹവനം, ആനപ്പറ, പ്രസാദഊട്ട്, കാഴ്ച ശീവേലി, തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം ഭാരവാഹികളായ സി രാമകൃഷ്ണൻ നായർ, സി ദിവാകരൻ നായർ, സി ഗോപാലകൃഷ്ണൻ, പി രാമചന്ദ്രൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ വിശുദ്ധ യൂദാ തദേവൂസിന്റെ ഊട്ടുതിരുനാൾ ഈ മാസം 30-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. തിരുനാളിന് മുന്നോടിയായി വിശുദ്ധ യൂദാ തദേവൂസിന്റെ തിരുശേഷിപ്പ് വത്തിക്കാനിൽ നിന്നും വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പ് ഇറ്റലിയിലെ പാതുവായിൽ നിന്നും വിശുദ്ധ അൽഫോൻസാമയുടെ തിരുശേഷിപ്പ് ഭരണങ്ങാനത്തു നിന്നും കൊണ്ടുവന്ന് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ഈ മാസം 27-ന് രാവിലെ 9:30-ന് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കൊടകര സെന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് ഘോഷയാത്രയുടെ അകമ്പടിയോടെ നെല്ലായി ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. ദേവാലയത്തിന്റെ ജൂബിലിയോടനുബന്ധിച്ച് നിർധനർക്ക് 5 വീടുകൾ നിർമ്മിച്ചു നൽകാനും +2 കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനായി 10 ലക്ഷം രൂപയുടെ വിദ്യാഭ്യാസ സഹായ ഫണ്ട് ഏർപ്പെടുത്താനും പരിപാടിയുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 29-ന് വൈകുന്നേരം 4:30-ന് ഫാദർ ജോർജ് കാളിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, രൂപമെഴുന്നള്ളിച്ചുവയ്ക്കൽ, പ്രദക്ഷിണം എന്നിവ നടക്കും. തിരുനാൾ ദിനമായ 30-ന് രാവിലെ 9:30-ന് ഫാദർ ഷാജി തെക്കേക്കരയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ഫാദർ സിനു അരിമ്പുപറമ്പലിന്റെ സന്ദേശം, പ്രദക്ഷിണം, ഊട്ടുനേർച്ച, ആശീർവാദം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ബെന്നി കരുമാലിക്കൽ, ജൂബിലി ജനറൽ കൺവീനർ ആന്റോ ജോർജ് ചിറ്റിലപ്പള്ളി, തിരുനാൾ കമ്മിറ്റി കൺവീനർ ഡേവിസ് പൊഴോലിപ്പറമ്പിൽ, ട്രസ്റ്റി തോമസ് ചുരക്കൽ, ഷാജു ആഴ്ചങ്ങാടൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പഴുവിൽ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ മെയ് 3 മുതൽ 5 വരെ ആഘോഷിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. തിരുനാൾ ദിനമായ 4-ന് രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജോബ് വടക്കൻ മുഖ്യകാർമ്മികനായിരിക്കും. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് നടക്കുന്ന പ്രദക്ഷിണത്തിന് ഫാദർ ജോഷി പുലിക്കോട്ടിൽ മുഖ്യകാർമ്മികനാകും. തിരുനാളിന്റെ ഭാഗമായി ഊട്ടുസദ്യ ഉണ്ടായിരിക്കും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ആലുക്ക, ജനറൽ കൺവീനർ സ്റ്റാൻലി ജോസഫ്, ആന്റോ മേക്കാട്ടുകുളം, ടി കെ റാഫേൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോടാലി ഒൻപതുങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും ഈ മാസം 28 മുതൽ മെയ് 8 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ കോടകരയിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് 28-ന് വൈകുന്നേരം 4-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ടി.വി. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്യും. തന്ത്രി ഏറന്നൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി തെക്കേമഠത്തിൽ മോഹനൻ എമ്പ്രാന്തിരി, കഴകക്കാരനായ ഗിരിജൻ പിഷാരടി, പോറോ തുണ്ണിമാരാർ, ഗുരുവായൂർ മുൻ മേൽശാന്തി കക്കാട് വാസുദേവൻ നമ്പൂതിരി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. മെയ് 5-നാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ. മെയ് 8-ന് അന്നദാനത്തോടെ നവീകരണ കലശ ചടങ്ങുകൾ സമാപിക്കും. ചേലക്കര ചേലക്കോട് പഴയ കോളനി നിവാസികൾ കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡിലെ 80 കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം മുട്ടിയത്. വാട്ടർ അതോറിറ്റിയുടെ പമ്പ് കേടുവന്നിട്ട് 2 മാസത്തോളമായിട്ടും അധികൃതരോ വാർഡ് അംഗമോ ഈ വിഷയത്തിൽ ഇടപെടാത്തതിനാൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കുടിവെള്ളത്തിനായി ഏറെ ദൂരം പോകേണ്ട സ്ഥിതിയാണുള്ളത്. മേഖലയിലെ കിണറുകളിലും കുളങ്ങളിലും വെള്ളമില്ലാത്തതും നാട്ടുകാർക്ക് ദുരിതമായി. കുടിവെള്ള പ്രശ്നത്തിൽ എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടിക നന്മ ജീവകാരുണ്യ പ്രവർത്തക സമിതിയുടെ 1-ാം വാർഷികാഘോഷ പരിപാടികൾ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗീതാ ഗോപി എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 1 വർഷത്തിനിടെ 5 ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ 31 പേർക്ക് ചികിത്സാ ധനസഹായം നൽകാൻ സമിതിക്ക് കഴിഞ്ഞതായും ഈ വർഷം കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യു വി സാബു, എ വി ബാബു, കെ ബി സുനോജ്, ടി എസ് മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കയ്പമംഗലം എടത്തുരുത്തി മണിയംതാഴം മധുരംപള്ളി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ നെൽകൃഷി വിളവെടുത്തു. തരിശായി കിടന്ന 10 ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് പദ്ധതി സഹായത്തോടെ ചേക്കപ്പുല്ല് മാറ്റി നെൽകൃഷി നടത്തിയത്. പാടശേഖര സമിതിയിലെ 7 പേർ ചേർന്നാണ് മാണിയംതാഴത്ത് പൊന്മണി വിളയിച്ചിരിക്കുന്നത്. ജ്യോതി വിത്താണ് കൃഷി ചെയ്തത്. അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ എം.എൽ.എ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. സതീഷ് അധ്യക്ഷനായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ മുഖ്യാതിഥിയായി. പാടശേഖര സമിതി പ്രസിഡന്റ് എം.എ. കൊച്ചുമുഹമ്മദ്, സെക്രട്ടറി കെ.ആർ. ഹരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി.കെ. ചന്ദ്രബാബു, എം.കെ. ചന്ദ്രൻ, ഗീത മോഹൻദാസ്, എം.കെ. ജമാൽ, സാജിദ പുതിയ വീട്ടിൽ, കൃഷി ഓഫീസർ എം.എച്ച്. മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര ശ്രീനാരായണ നൃത്തകലാമന്ദിരത്തിന്റെ വാർഷികവും അവാർഡ് ദാനവും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. നൃത്ത അധ്യാപകൻ ചന്ദ്രൻ മണലൂരിനെയും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. പി.എ. മാധവൻ എം.എൽ.എ. വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളായ ശിവജി ഗുരുവായൂർ, രമാദേവി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ശ്രീദേവി ഡേവിസ്, മാത്യൂസ് പാവറട്ടി, കെ.പി. ഡേവിസ്, ദിവ്യ ദിജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി സെന്റ് തോമസ് പള്ളിയിലെ മാർ തോമാസ് ശ്ലീഹായുടെയും രക്തസാക്ഷിയായ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം 26, 27 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 26-ന് വൈകിട്ട് 5-ന് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും. തിരുനാൾ ദിനമായ 27-ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പും വൈകിട്ട് 4:30-ന് ആഘോഷമായ ദിവ്യബലിയും ഉണ്ടാകും. ഇടവക വികാരി ഫാദർ റോയ് വടക്കൻ, ആൽബർട്ട് തൈക്കട, സുഭാഷ് കുടുംബവിളയിൽ, പ്രസാദ് കൊള്ളന്നൂർ, ഷിൻഡോ ജോളിഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന പുതിയ കാരുണ്യ ഭവനത്തിന്റെ ശിലാസ്ഥാപനം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. തളിക്കുളത്ത് ഓട്ടോറിക്ഷ അപകടത്തിൽ മരിച്ച പുതിയ വീട്ടിൽ നസീറിന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. തളിക്കുളം കോൺഗ്രസ് ഓഫീസിന് സമീപം ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ശിലാസ്ഥാപനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. സഹകരണ വകുപ്പ് മന്ത്രി സി.എൻ. ബാലകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിക്കുന്ന കാരുണ്യ ഭവനത്തിന് 13 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ഭാര്യയും 2 കുട്ടികളും അവിവാഹിതരായ 3 സഹോദരിമാരും രോഗിയായ ജ്യേഷ്ഠ സഹോദരനും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത് നസീറായിരുന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു. റിലീഫ് സെൽ ചെയർമാൻ കെ.എ. ഹാറൂൺ റഷീദ്, കെ.എസ്. റഹ്മത്തുള്ള, വി.കെ. നാസർ, വി.ടി. അബ്ദുൾ ഗഫൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗൾഫിൽ വെച്ച് 2 കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ യുവാവിന് മർദ്ദനമേറ്റു. ഗൾഫിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് കാർഡും പേഴ്സണൽ ലോണും വഴി 2 കോടിയോളം രൂപ തട്ടിയെടുത്ത് നാട്ടിലേക്ക് മുങ്ങിയ തൊയക്കാവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ അബ്ദുൾ മനാഫിനെ തിരക്കിയാണ് സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരൻ ഒല്ലൂക്കര സ്വദേശി സിനോജ് തൊയക്കാവിലെ വീട്ടിലെത്തിയത്. അബ്ദുൾ മനാഫിനെക്കുറിച്ച് ചോദിച്ചറിയുന്നതിനിടെ സഹോദരൻ ഗഫൂർ സിനോജിനെ മർദ്ദിക്കുകയായിരുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. കെ.ജി. മാരാർജി അനുസ്മരണത്തിന്റെ ഭാഗമായി ബി.ജെ.പി. അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണ പദ്ധതിക്ക് തുടക്കമായി. ബി.ജെ.പി. മണലൂർ മണ്ഡലം പ്രസിഡന്റ് സർജു തോയക്കാവ് ഉദ്ഘാടനം ചെയ്തു. അജയ്കുമാർ പേനിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. മണലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനോത്ത് പറമ്പിൽ, ശ്രീനിവാസൻ വെടത്തൂർ, എം. മുരളീധരൻ, സുരേഷ് പരക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച സിപിഐ നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒ.പി. മുരാന്തകന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി കുടുംബസഹായ സമിതി രൂപീകരിച്ചു. സിപിഐ ജില്ലാ സെക്രട്ടറി സി.എൻ. ജയദേവൻ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സി. രവീന്ദ്രനാഥ് എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. വി.എസ്. പ്രിൻസ്, കെ.കെ. രാമചന്ദ്രൻ, കെ.എം. ചന്ദ്രൻ, ടി.എസ്. ബൈജു, സി.കെ. ചാമിക്കുട്ടി, സി.പി. മോഹനൻ, കെ.എസ്. കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മനക്കൊടിയിൽ കർഷകന്റെ മോട്ടോർ പമ്പ് സെറ്റ് നശിപ്പിച്ചതായി ആരോപണം. വികാസ് നഗറിൽ താമസിക്കുന്ന പള്ളിക്കുന്നത്ത് ജോണിയുടെ മോട്ടോർ പമ്പ് സെറ്റ് നശിപ്പിച്ചു. മനക്കൊടി കിഴക്കുംപുറം ചേറ്റുപുഴ പാടശേഖരത്തിനോട് ചേർന്നുള്ള 45 സെന്റ് സ്ഥലത്ത് കൃഷി നനയ്ക്കാനായി സ്ഥാപിച്ച പമ്പ് സെറ്റുകളാണ് വെട്ടിമുറിച്ച് നശിപ്പിക്കുകയും മോട്ടോർ കേടുവരുത്തുകയും ചെയ്തിട്ടുള്ളത്. 2 ദിവസം മുൻപ് സമീപവാസിയുമായി കാലുകളെ പറമ്പിൽ കെട്ടുന്നത് സംബന്ധിച്ച് വാക്കുതർക്കം നടന്നിരുന്നു. തുടർന്ന് അന്തിക്കാട് പോലീസിൽ അയൽവാസിക്കെതിരെ ജോണി പരാതി നൽകിയിരുന്നു.
സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സിപിഐ നാട്ടിക മണ്ഡലം കമ്മിറ്റി അംഗവും എഐവൈഎഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ PR കൃഷ്ണകുമാറിനെ അന്തിക്കാട് പോലീസ് കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചുവെന്നാരോപിച്ചാണ് സമരം. ഈ മാസം 15-ന് പുറത്തൂരിൽ നടന്ന ഉത്സവാഘോഷത്തിനിടെ RSS പ്രവർത്തകർ എഐവൈഎഫ് പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ സംഭവസ്ഥലത്തുണ്ടായിരുന്ന അന്തിക്കാട് പോലീസ് എഐവൈഎഫ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്ത കൃഷ്ണകുമാറിനെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിൽ അടയ്ക്കുകയാണ് ഉണ്ടായതെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. CR മുരളീധരൻ, KK രാജേന്ദ്രബാബു, ഷിബു കൊല്ലാറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കാഞ്ചേരി ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ തലശ്ശേരി നിവാസികൾ ഓഫീസിൽ പൂട്ടിയിട്ടു. കുടിവെള്ളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ജങ്കാർ സർവീസ് നിലച്ച അഴീക്കോട് ഫെറിയോട് അധികൃതരുടെ അനാസ്ഥ തുടരുന്നു. കരാറുകാരൻ അമിത ലാഭം കൊയ്യുന്നതായി ആക്ഷേപം. ഗുരുവായൂർ കിഴക്കേ നടയിലെ റെയിൽവേ ഗേറ്റ് വീണ്ടും തകരാറിലായി. നഗരത്തിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.